രാവിലും പകലിലും ആ കൈനിഴലായി നിന്ന് പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത രാവിലും പകലിലും ആ കൈനിഴലായി നിന്ന് പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി എങ്ങനെ കഴിഞ്ഞു പോയോരോ ഞാൻ നിനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി. നന്ദി നന്ദി ആധാരം നീയേ. ഇസ്രായേൽ ജനം മിസ്രൈമില് അടിമകളായി പാർക്കുന്ന സമയത്ത് ജനം ഭയങ്കരമായി നിലവിളിക്കുന്ന സമയത്ത് ആ ജനത്തിന്റെ നിലവിളി കേട്ടിട്ട് ദൈവത്തിന് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. ദൈവം തന്റെ അഭിഷക്തനായ മോശയെ സീനായി പർവ്വതത്തിൽ വിളിച്ചു വരുത്തി മോശയോട് അഭിമുഖമായി സംസാരിച്ച് പറയുകയാണ്, എടാ മോശെ, എൻ്റെ ജനത്തിൻ്റെ നിലവിളി എനിക്ക് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയാണ്. എനിക്ക് അവരോട് കരുണ തോന്നുകയാണ്. നീ എനിക്ക് പകരമായി ചെന്ന് മിസ്രൈമിൽ നിന്ന് അവരെ വിളിച്ചിറക്കി ഞാൻ നിന്നോട് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ മോശയുടെ ദൈവം അരുളപ്പാട് കൊടുക്കുകയാണ് മുഖാമുഖമായി. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ ഉലക ചരിത്രത്തിൽ ദൈവം എന്താണെന്ന് നേരിട്ട് കണ്ടനുഭവിച്ച വേറൊരു ജനമില്ല ഇസ്രായേൽ ജനത്തെ പോലെ. ഇസ്രായേൽ ജനത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഷെഡ്യൂളായിരുന്നു ഭയങ്കരമായിട്ട്. ഒരു സ്വിച്ച് ഓണാക്കുമ്പം ഈ ലൈറ്റുകളെല്ലാം കത്തുന്നത് പോലെ ഇസ്രായേൽ ജനത്തിന്റെ ലൈഫ് അങ്ങനെയായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പം മന്ന, കാട ഇതെല്ലാം വരുന്നുണ്ട്. സുരക്ഷിതമായിട്ടുള്ള ജീവിതം മരുഭൂമിയിലൂടെ എൻ്റെ കർത്താവ് അവർക്ക് കൊടുത്തു. നമ്മൾ പാടിയതുപോലെ രാവിലും പകലിലും കൈനീടലായി. നമ്മൾ പല പാട്ടുകളിലും പാടാറുണ്ട്, പകൽ മേഘസ്തംഭമായി, രാത്രിയാകുമ്പം അഗ്നിത്തൂണായി ദൈവം തൻ്റെ ജനത്തിന് ഇറങ്ങി വന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതേ അനുഭവമല്ലേ നമ്മുടെ ജീവിതത്തിനകത്ത്? ദൈവം ഒരു കൈനീഴലായി എന്തിനു പറയും, നമ്മുടെ അകത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ഒന്നിനും ഒരു കുറവില്ല. നമുക്ക് എല്ലാം നടത്തി തന്ന നമ്മുടെ ജീവിതത്തിലെ രാവിലും പകലിലും എല്ലാം ഒരു കൈനീഴലായി നമ്മുടെ കൂടെ നിന്ന് ആ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഇന്ന് പകലിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ആ കർത്താവിനൊന്ന് നന്ദി പറയാമോ? ശബ്ദന നടത്തിയ വിധങ്ങൾക്ക് നന്ദി കർത്താവേ. ഒരു കൈനിഴലായി എൻ്റെ കൂടെ നിന്ന് എന്നെയും എൻ്റെ തലമുറകളെ നയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. എങ്ങനെ കഴിഞ്ഞു പോയെന്ന് അറിയത്തില്ല. ഓരോ ദിവസങ്ങളും ഓരോ ദിവസവും പുലരുമ്പോൾ ഇനി എങ്ങനെയാകുമെന്നറിയാതെ പല സാഹചര്യങ്ങൾ നാം വഴിമുട്ടി നിന്നപ്പോൾ അവിടെയെല്ലാം ദൈവം കരുതലയച്ച്, അവിടെയെല്ലാം ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ഒന്നിനും കുറവില്ലാതെ നമ്മളെ നടത്തിയ ആ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഒന്ന് പാടാമോ? രാവിലും പകലിലും ആ കൈനീഴലായി നിന്ന് പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത രാവിലും പകലിലും ആ കൈനീഴലായി നിന്ന് പരിധികളില്ലാതെ
ഇല്ലാതെ പരിപാലിച്ചതോർത്ത എങ്ങനെ കഴിഞ്ഞു പോയി, എങ്ങനെ കഴിഞ്ഞു പോയി ഓരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിറച്ചതിലും അധികം അത്യന്തം പരമാ എങ്ങനെ കഴിഞ്ഞു പോയി, ദിനവും ആശ്ചര്യമേ. ഞാൻ നിറച്ചതിലും അധികം എങ്ങനെ കഴിഞ്ഞു പോയി, ഓ എങ്ങനെ കഴിഞ്ഞു പോയി ഓരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിറച്ചതിലും അധികം അത്യന്തം എങ്ങനെ കഴിഞ്ഞു പോയി, ഓ എങ്ങനെ കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. നന്ദി 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 ദൈവമേ. ഞാനായതി പാടുമ്പോഴും ഇസ്രായേൽ ജനത്തിന് പറ്റിപ്പോയ ഒരു പ്രശ്നം ഇതായിരുന്നു. നമ്മളെക്കാൾ അധികമായിട്ട് ദൈവത്തിന്റെ കരുതലും പ്രൊട്ടക്ഷനും എന്താന്ന് ഇസ്രായേൽ ജനം നല്ലതായിട്ട് അറിഞ്ഞു. പക്ഷേ ദൈവം അവരിൽ നിന്ന് ആഗ്രഹിച്ചതും ദൈവം അവരെ വിളിച്ചിറക്കിയതും ഒറ്റ ഉദ്ദേശത്തിനായിരുന്നു, ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ. പക്ഷെ അവര് മറന്നുപോയതും ദൈവത്തെ ആരാധിക്കാനായിരുന്നു. മിസ്രൈമിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ദൈവം വാഗ്ദത്തം പറഞ്ഞു. പക്ഷേ പകുതി എത്തിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇവർക്ക് എന്നോടല്ല പ്രിയം, ഞാൻ കൊടുക്കുന്ന ആഹാരത്തിലും ഞാൻ കൊടുക്കുന്ന കരുതലിലുമാണ് ഇവർക്ക് ഏറ്റവും പ്രിയം. ദൈവം വളരെ ദുഃഖിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ജനം ദൈവത്തിന് കൊടുക്കേണ്ട തക്ക മഹത്വം കൊടുക്കാതെ വന്നപ്പം അവർ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ ശാഠ്യം കാണിക്കാൻ തുടങ്ങി. അഭിഷക്തന് വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ ഈ ആരാധനയുടെ നടുവിൽ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, നിങ്ങളുടെ അഭിഷക്തന് വിരോധമായി നിങ്ങൾ സംസാരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന് വിരോധമായി നിങ്ങൾ ഒരു വാക്കുപോലും ഉച്ചരിക്കരുത്. അത് ദൈവം നിങ്ങളുടെ മുൻപിൽ നടക്കാൻ, നിങ്ങളെ നയിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ഒരു അഭിഷക്തനാണ്. ആ അഭിഷക്തന് വിരോധമായി നിങ്ങൾ സംസാരിക്കരുത്. 2, ദൈവത്തിന് വിരോധമായി പിറുപിറുക്കരുത്. ഏത് സാഹചര്യം വന്നാലും അതിൻ്റെ നടുവിൽ ദൈവത്തിന്റെ കൃപയാൽ നേരിടാൻ ദൈവത്തോട് സഹായം ചോദിക്കണം. ഇവിടെ ജനം അഭിഷക്തിന് വിരോധമായി ദൈവത്തിന് വിരോധമായി സംസാരിച്ചപ്പോൾ ദൈവം തന്നെ അവരുടെ മുഖത്ത് നിന്ന് ദൈവത്തിന് മുഖം മറയ്ക്കാൻ തുടങ്ങി. ദൈവം ഒരു കാര്യം മറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ആര് പ്രാർത്ഥിച്ചാലും അതിനകത്ത് വിടുതൽ നടക്കാൻ പോകുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പം വളരെ ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് രാവിലെ ചിന്തിച്ചത്. ദൈവം എന്നോട് പറഞ്ഞു, നീ പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ മുഖം നിന്റെ നേരെ നിന്നൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ വിടിവിക്കാൻ ഉലകത്തിൽ ആരും കാണത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ടതൊന്നും നാം ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ ദൈവം ദൈവത്തിന്റെ മുഖം തിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകലില് നമ്മൾ ഈ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒന്ന് സ്വയം ശോധന ചെയ്തു നോക്കിയേ. ഏതെങ്കിലും മേഖലകളിൽ ദൈവം മുഖം തിരിച്ചിട്ടുണ്ടോ? പല കഷ്ടതകളും നമ്മെ പിന്തുടരുന്നതിൻ്റെ പുറകിൽ ചിലപ്പോൾ ദൈവം മുഖം മറച്ചു കാണാം.
ദൈവം അനുവദിക്കുന്ന കഷ്ടതകളും ഉണ്ട്, നാം വരുത്തി വെക്കുന്ന കഷ്ടതകളും ഉണ്ട്. എനിക്കറിയത്തില്ല, ഇന്ന് പകലിൽ ഈ ആരാധനയുടെ നടുവില് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ വ്യക്തമായിട്ട്, ചിലപ്പോൾ ഇന്ന് പകലിൽ നിങ്ങളുടെ വിടുതലിന്റെ ദിവസമായിരിക്കും. ചില കാര്യങ്ങളിൽ വിടുതൽ കിട്ടാതിരിക്കുന്നതിന്റെ പുറകിൽ ദൈവത്തിന്റെ മുഖം മറഞ്ഞിരിക്കുകയാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നേരെ മുഖം തിരിച്ചു കളഞ്ഞു. ദൈവം മുഖം തിരിച്ചാൽ ഇനി ആര് പ്രാർത്ഥിച്ചാലും വിടുതൽ സാധ്യമേ അല്ല. അതുകൊണ്ട് ആവുന്ന സമയത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. കിട്ടുന്ന സമയങ്ങളെല്ലാം ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. ആ കർത്താവിനെ സ്തുതിക്കാൻ നമ്മൾ തയ്യാറാകണം. കാര്യം ദൈവത്തിന് ആവശ്യം നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിന് ആവശ്യം തക്ക മഹത്വമാണ്. അത് മാത്രമേ ദൈവം ഇസ്രായേൽ ജനത്തിൽ നിന്ന് ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അത് അവരിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പം ദൈവത്തിന് ആ ജനത്തെ കൊണ്ട് പൊറിഞ്ഞു മുട്ടി. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചില്ല കേട്ടോ. പലരും പാതി വഴിയിൽ വെച്ച് നശിച്ചു പോയി. ഇന്ന് പകലില് ഈ സയോൺ സിറ്റി ചർച്ചിനകത്തിരിക്കുന്ന ഒരു ദൈവമക്കളും പാതി വഴിയിൽ പട്ടുപോകരുത്. പട്ടുപോകാതിരിക്കണമെങ്കിൽ ദൈവത്തെ മുറുകെ പിടിച്ചോണം. ദൈവത്തെ സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കണം. പരിധികൾ മറന്ന്, പരിധികളില്ലാതെ നമ്മെ അനുഗ്രഹിച്ച ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കാൻ തയ്യാറാകണം. ഒന്നുകൂടെ ആ കണ്ണുകൾ അടച്ച് നമ്മളെ കരുതിയ ആ ദൈവത്തിനെ ഒന്ന് സ്തുതിക്കാമോ? രാവിലും പകലിലും ആ കൈ നിഴലായി നിന്ന് പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത, രാവിലും പകലിലും ആ കൈ നിഴലായി നിന്ന് പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത, എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ, എങ്ങനെ കഴിഞ്ഞു പോയോരോ, ഞാൻ നിനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി. നന്ദി നന്ദി ആധാരം നീയേ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവ മഹത്വം നമ്മുടെ കൂടെ വരാൻ തുടങ്ങിയാൽ നാം അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും, വഴികൾ നമുക്ക് സ്വതവേ തുറന്നു തരും. ഇസ്രായേൽ ജനത്തിന്റെ അനുഭവം നമുക്കൊരു മുൻകൂർ സാക്ഷ്യമാണ്. അവരുടെ വഴികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു അത്ഭുതമായിരുന്നു ചെങ്കടലൊക്കെ രണ്ടായി പിളർന്ന. ഒറ്റ കാര്യമുള്ളൂ, ദൈവമഹത്വം അവരുടെ കൂടെ നടന്നു. ദൈവമഹത്വം നമ്മളോടും നമ്മുടെ കുടുംബത്തോടും തലമുറയോടും കൂടെ നടന്നാൽ ആമേൻ, വഴികൾ സ്വതവേ തുറന്നു വരും. നമ്മൾ ആ വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ദൈവം ഓൾറെഡി തുറന്നു തരും നമുക്ക് മുൻപായി. നമുക്ക് ഒരുമിച്ച് അറിയാവുന്ന ഒരു പാട്ട് പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കാണ്ട് പോവുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം, ദൈവം നമുക്ക് ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്. ദൈവം ഒത്തിരി വൻ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പകലിലും ഇതിനകത്തിരിക്കുന്നതും ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ അതിന് തക്ക മഹത്വം നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ആ തക്ക മഹത്വം കൊടുക്കുന്നിടത്താണ് ദൈവം സന്തോഷിക്കുന്നത്. ഇന്ന് പകലിലും ആ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ഒരുമിച്ച്